മനസ്സിലായി ഓണാണോ? അതായത് ടിനി ടോമിന്റെ മകൻ ഇപ്പോ ലഹരി ഉപയോഗിച്ചു, അതും കഞ്ചാവ് പിടിച്ചു. 4 ഗ്രാം കഞ്ചാവ് 4 ഗ്രാം ഒന്നിച്ച് അവനിപ്പം വിഴുങ്ങും, അവൻ നശിച്ചു പോവും. ഇത് കേരളത്തിലല്ലാതെ ചിലപ്പോൾ ഇത്ര പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഈ കഞ്ചാവ് അതൊരു വാർത്ത വരിക, അയാളെ നശിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അയാൾ ഇപ്പൊ അടിച്ചതിനേക്കാൾ കൂടുതൽ ദ്രോഹം ഈ പിടിച്ച് വാർത്ത ഉണ്ടാക്കിയിടുന്നുണ്ട്. ഇത് വാർത്തയിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? ഇതൊരു ന്യൂസ് അല്ല, അതാദ്യം മനസ്സിലാക്കുക. അതാ പയ്യനെ ഇപ്പൊ ഈ പണ്ട് ദീപക് ആത്മഹത്യ ചെയ്തു. എന്ത് ചെയ്തിട്ടാ? അവനിങ്ങനെ തട്ടി, അപ്പൊ ആ പെണ്ണ് വീഡിയോ എടുത്തു. അയാൾക്ക് മാനഹാനി ഉണ്ടായിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. ഇതുപോലൊക്കെ പിടിച്ചിട്ട് ഇനി ഒരുത്തൻ മരിക്കുന്നതിന് വരെ നിങ്ങൾ എല്ലാവരും എടുത്ത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമോ? മാത്രമല്ല, ഇനിയിപ്പോ കഞ്ചാവ് അടിച്ചെന്ന് തന്നെ വിചാരിക്കുക. ആ അടിക്കുന്നതിന് എന്താ പ്രശ്നം? അയാൾ അടിച്ചിട്ട് അയക്കുന്നതിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അയാളെ ആ രീതിക്ക് ട്രീറ്റ് ചെയ്യണം. ഒരു പ്രശ്നമില്ല. വളരെ മര്യാദയ്ക്ക് കള്ളു കുടിക്കുകയോ കഞ്ചാവ് പിടിക്കുകയോ ചെയ്താലും വലിയ വിഷയമൊന്നും ഇന്ത്യയിലില്ല. അപ്പൊ നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ചുമ്മാ കിട്ടുക. അത് ഇതിലും ഭയങ്കര കിക്കാവാ. ഈ ചുമ്മാ ഈ കഞ്ചാവ് അടിക്കുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഈ അടിക്കുന്ന ആളെ എന്തോരം ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ ഇന്റർവെൽസ്, അതൊക്കെ അറിയണ്ടേ. അല്ലാതെ പിന്നെ ഇയാൾക്ക് എത്രത്തോളം ഇത് അടിക്കാൻ പറ്റുന്ന ആളാണ്? ഈ അടിക്കുന്ന ആൾ ഇച്ചിരിയോ വല്ലതും അടിക്കത്തുള്ളൂ. ഈ കയ്യിൽ എന്തായാലും ഇത്രയും കാണുമായിരിക്കും, പക്ഷെ അത് മൊത്തത്തിൽ എടുത്ത് വിഴുങ്ങുമല്ലോ. ഇപ്പൊ അയാൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും. അത് ഇന്ത്യ മൊത്തം അങ്ങനെ വലിയ ദുരന്തമൊന്നുമല്ല ഈ പറയുന്ന കഞ്ചാവ്. കേരളത്തിൽ ഇത് പ്രശ്നമാണ്. കേരളത്തിൽ ഇത് ഈ സ്റ്റേറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന പോലെ ഇതിനകത്ത് ആ ഇല്ലീഗൽ വശം. അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോയി ഇപ്പൊ നമ്മളിപ്പോ ഈ കാശ്മീരും അല്ലെ കുളുമണാലിയൊക്കെ പോകുന്നവര് എന്തൊക്കെ അടിക്കുന്നത്? അല്ലെ പഞ്ചാബിലോട്ട് ഇറങ്ങി നോർത്ത് ഇന്ത്യ മൊത്തം എവിടെ പോയാലും ഈ കഞ്ചാവ് ഒന്നും വലിയ കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഡെവലപ്ഡ് കൺട്രീസ് ഇപ്പൊ കാനഡ, പല സ്റ്റേറ്റ്സിൽ ഇത് ലീഗലാണ്, അമേരിക്ക ലീഗലാണ് പലയിടത്തും. അങ്ങനെ ഇതിൽ സോഫ്റ്റ്വെയർ ആയിട്ടേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ MDMA LSD അല്ലെങ്കിൽ പെത്തറിൻ, മോർഫിൻ, ഹെറോയിൻ ഇങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ ഹാർഡ് ഡ്രഗ്സ് അല്ല ഇത്. ഒരു ഗേറ്റ് വേ ഡ്രഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ആളെ ഇങ്ങനെ ഹരാസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതും ഒരു മീഡിയയിൽ എടുത്തിട്ടിട്ട് ഇതിനെ പൊതുവിചാരണയ്ക്ക് വെക്കുന്ന പോലെ അതെടുത്ത് പറയേണ്ട കാര്യം എന്താ? അവന്റെ ഇവർക്കാർക്ക് ഈ ചെറുക്കന്റെ ഫ്യൂച്ചർ, ഇവന്റെ ഡിഗ്നിറ്റി, ഇവന്റെ ഒരു കൊച്ചു ചെറുക്കനല്ലേ, അതൊരു സിനിമാടന്റെ മോനായതുകൊണ്ട് പ്രത്യേകം ടിനി ടോമിന്റെ മോൻ. അതെന്താ? അവനടിച്ചു, അതിന് പിടിച്ചു. ഓക്കെ, അവൻ എന്താ ചെയ്യണ്ടേ? വാർത്തയിലിട്ട് അപമാനിക്കണോ? നിങ്ങൾക്ക് ആ കൊച്ചിന് കൗൺസിലിംഗ് കൊടുക്കാം. ഇനി കേസുണ്ടെങ്കിൽ കേസ് നടത്തിട്ട്, കേസല്ല ഇതിന് വേണ്ടത്. ഇതൊരു കേസും കൂടെ കൊണ്ട് കോടതിയിലോട്ട് വെച്ചിട്ട് ഇതിനെന്തോ വലിയ മാരകമായ ശിക്ഷ കൊടുക്കാൻ പോകുന്നു. അതല്ല അതിന്റെ കറക്റ്റീവ് മെഷർ. ആ സവാദിനെ കൊണ്ട് ജയിലിലിട്ടിട്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ അവൻ അതുപോലെ തന്നെ പോകുന്നു. ഇവിടെ പറ്റുന്ന പ്രശ്നം ഇതൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് ടിനി ടോമിന്റെ കുറെ ക്ലിപ്പം കഴിച്ചു വിടുക. ടിനി ടോം പറഞ്ഞിരുന്നു കൊച്ചിനെ സിനിമ എടുത്തില്ല, കാരണം അവിടെ എല്ലാവരും മയക്കുമരുന്നാണ്. അവൻ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവൻ ആ സ്ഥലത്തോട്ടൊരു പേരന്റ് എന്ന നിലയ്ക്ക്, ഒരു ഫാദർ എന്ന നിലയ്ക്ക്, റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളെന്ന നിലയ്ക്ക് അയാൾ അതേ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ അയാൾ അത് പറയുന്നുണ്ട് പലയിടത്തും. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പേടിയുണ്ട്, തന്റെ മകൻ ഇങ്ങനെ വല്ല ഇതുവരെ കണ്ട ആൾക്കാർ കഞ്ചാവിന് മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ പോലെ ആകാൻ ഒരു ഫാദർ ആഗ്രഹിക്കത്തില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞവനൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ? അതില്ല. അയാൾ അങ്ങനെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞു, ഈ പറയുന്നവന്മാർ ഇത് ഉപയോഗിക്കുന്നില്ലെന്നാണോ? എല്ലാവരും ഇതൊക്കെ അടിക്കുന്നവരൊക്കെ തന്നെയാണ് ഇവിടെ. എല്ലാം കള്ളും കുടിച്ച് നടക്കുമായിരിക്കും ഈ റിപ്പോർട്ട് ചെയ്യുന്നവനൊക്കെ. കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ജോലി ചെയ്യുന്നത്. അല്ല, ഗവൺമെന്റ് ഇപ്പൊ ഈ സാധനം വിറ്റമാരിൽ ഇത് വാങ്ങിക്കുകയും ചെയ്യും. കള്ളു കുടിച്ചോണ്ടിരിക്കുന്നവരിൽ വാങ്ങിക്കുകയും ചെയ്യും. അതെ, ഗവൺമെന്റ് വിൽക്കുന്ന സാധനമാണല്ലോ അടിക്കാൻ കൊള്ളാതെ. കള്ളൊട്ടും കൊള്ളത്തില്ല. കള്ളിന്റെ അത്രയും പോലും മാരകമല്ലെന്നാ പറയുന്നത് പല സ്ഥലത്തും. റിസർച്ച് ആൻഡ് സ്റ്റഡി പറയുന്നത് ഇതിനെല്ലാം അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ മാരക അഡിക്ഷൻ, ഫിസിക്കൽ അഡിക്ഷൻ അടക്കം ഉള്ളത് കള്ളിന്. ആൽക്കഹോളിക്സ് കാണിക്കുന്ന അത്രയൊന്നും ഈ കഞ്ചാവ് അടിച്ചിട്ട് കാണിച്ചിട്ടില്ലെന്നുണ്ട്. കഞ്ചാവ് വെറും ഈ ഇലയെന്ന് പറയുന്നത് കഞ്ചാവ് മനുഷ്യൻ കള്ളുണ്ടാകുന്നതിന് മുമ്പ് തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. മനസ്സിലായി? ഇത് മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും തിന്നുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. തിന്ന് കാണും, അവർക്കും ഉണ്ടായി കാണും എന്തൊരു കിക്കൊക്കെ. പല സാധനമൊക്കെ അടിച്ചു വരുന്നത്. ആന്നേ, ഈ തേനൊക്കെ കുടിക്കുന്നിടത്ത് ചില മൃഗങ്ങൾക്കൊക്കെ കിക്കുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിനെ അവനങ്ങനെ പറഞ്ഞു. അവന്റെ മോൻ അങ്ങനെ ആ ഒരു ആഗ്രഹമാണ്. അതൊക്കെ അയാൾ അതിന് വേണ്ട കെയറും ചെയ്ത് കാണും. കുറെയൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയാണെങ്കിൽ നമ്മുടെ പുതിയ ഇപ്പോഴത്തെ മോഡേൺ ഒരു ടോക്ക് എന്ന് പറയുന്നത് പേരന്റിങ് ഇഷ്യൂസ്, ചൈൽഡ്ഹുഡ് ഇഷ്യൂസ്, ചൈൽഡ്ഹുഡ് ട്രോമ തെറാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്തത് ഇപ്പൊ വെസ്റ്റേൺ വേൾഡില് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അങ്ങ് ഫോക്കസ് ചെയ്തു, അല്ല അതിനുവേണ്ടി കുറെ വർക്ക് ചെയ്തു എന്ന് പറയുന്നിടത്ത് പാരലായിട്ട് ഈ സ്കൂളിലും അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഇങ്ങനെയുള്ള തലങ്ങളിലൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞൊരു പേരന്റ് വീട്ടിയിട്ട് ആ ടീട്ടോ വളർത്തിയ പോലെ മകനെ വളർത്തുന്നുണ്ട്, മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ത് പ്രയോജനം? ഇതിനകത്തോട്ട് ഇറങ്ങുന്നത് ഈ നാട്ടിലോട്ട്, ഈ നശിച്ച സ്കൂൾ സിസ്റ്റത്തിലോട്ട് ഇറങ്ങി അവൻ അവിടെ ചെന്നിട്ടാണ് ഇത് വഴച്ചേക്കുന്നത്. കൂട്ടുകാർ കൂടി നശിച്ചെന്നൊക്കെ പറയും. പക്ഷെ എല്ലാവരും ഒരുപോലൊക്കെ തന്നെയുള്ള ആ പ്രായത്തിലുള്ള കൂട്ടുകാർ വേറെ മനുഷ്യരുമല്ലോ. അഡ്മിനിസ്ട്രേഷൻ നശിച്ചിട്ടുണ്ട്. അത് പോയി. മാത്രമല്ല സ്കൂളിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം.
ഈ സ്കൂളിംഗ് ശരിയാവാത്ത ഒരിക്കലും ഒരു പേരന്റിന് ഒരു കുട്ടിയെ നല്ല രീതിയിലാക്കാൻ പറ്റത്തില്ല. അല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ എന്താ സ്കൂളിൽ വെച്ച് കൊച്ചിനെ കയറി പിടിച്ച അധ്യാപകൻ വേറെ ട്യൂട്ടോറിയൽ തുടങ്ങിയിട്ട് അതിനൊരു പ്രശ്നമില്ല ഇവിടെ. അതാ, ആ ആളെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഈ ബസ്സിൽ കയറി സ്ഥിരമായിട്ട് ഇങ്ങനെ വെച്ച് പോയി ഒരു ദിവസം പിടിക്കപ്പെട്ടപ്പോൾ ഒരാളെ മരിക്കുന്ന സീൻ കണ്ടു. അയാളെ ഇതേപോലെ ഇനിയും വരും. ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും അയാൾ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ചിലപ്പോൾ മോബ് ലിഞ്ചിങ് ഒക്കെ സംഭവിച്ചിരിക്കും. ചിലപ്പോൾ നാളെ ഇതല്ല, ചിലപ്പോൾ കുറെ പേര് അങ്ങ് തല്ലും. അല്ലേ വേണ്ട, ഓരോരുത്തർ എസ്ഐയുടെ മോളെ പിടിച്ചപ്പോൾ ഭയങ്കര വലിയ പ്രശ്നമാണ്. അയാൾ മുങ്ങുന്നു, എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പിടിക്കുമ്പോഴായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു ഗുണ്ടയുടെ മോളായിരിക്കും, അവൻ ഗുണ്ടായിസായിരിക്കും കാണിക്കാൻ പോകുന്നത് ഈ മനുഷ്യന്റെ നേരെ. അയാളുടെ ഒരു അസുഖമായിരുന്നത്. ആ അസുഖം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു മീഡിയ കോടതി തന്നെ അഡ്രസ് ചെയ്തിട്ടില്ല, ഒരിടത്തും പറയുന്നില്ല. സ്ത്രീയുടെ മേലെ പുരുഷന്റെ അതിക്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നവരെ, സ്ത്രീകളെ പുരുഷൻ എന്തോ അതിക്രമിക്കുന്നു, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, ബസ്സേല് പീഡനം എന്നൊന്നും അല്ല. അത് ഒരു ഡിസോർഡർ ആണ്, ഡിസബിലിറ്റി ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ലീഗൽ സിസ്റ്റത്തിൽ കൂടെ കയറ്റി ഇറക്കിയാൽ അവൻ ലീഗൽ സിസ്റ്റത്തിൽ കൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്, അവൻ അപ്പോഴും അയാൾ തന്നെ തിരിച്ചിറങ്ങുന്നത്. അതല്ല വേണ്ടത്. അത് ഓക്കെ, അതൊരു പഴയ സിസ്റ്റമാണ്. ഒട്ടും കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ചാൽ സിവിയർ കേസ്. ഇതത്ര സിവിയർ ഒന്നുമല്ല. അയാൾക്ക് ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾക്കുള്ള ചെറിയൊരു പ്രശ്നമായിരുന്നു. ഇതത്ര മാറിയ പ്രശ്നമാണോ എന്ന് വെച്ചാൽ മെച്ചൂർഡ് ആൾക്കാരുടെ നേരെ ചെല്ലുന്ന ഒരു മാറിയ പ്രശ്നമല്ല. പക്ഷെ കുട്ടികൾ നേരെ ചെല്ലുമ്പോൾ അതൊരു മാറിയ പ്രശ്നമാണ്. മനസ്സിലായി? കൊച്ചുകുട്ടികൾക്കാണ് ഇത് കൂടുതൽ അനുഭവപ്പെടുന്നത്. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും വരെയുള്ള സമയത്ത് ഒരുപാട് പിടിയും കുത്തും തട്ടും മുട്ടും എർത്തും കമ്പിയൊക്കെ കിട്ടുന്നുണ്ട് പിള്ളേർക്ക്. എല്ലാ അനുഭവമുള്ളവർ ഷെയർ ചെയ്യും. ഈ ഇതിനകത്ത് ആണിനും പെണ്ണിനും ഒരുപോലെ. ഇത് പെണ്ണുങ്ങളുടെ നേരെ മാത്രമുള്ള അതിക്രമം അല്ല. അതിക്രമം എന്ന് പറയണ്ട, ഒരു 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 എന്താ പറയുക, ഒരു ടച്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ജാക്കിയോ എർത്തോ എങ്ങനെ പിടുത്തോ ഇത് കാണുന്നതിനും കിട്ടും, പെണ്ണുങ്ങൾക്കും കിട്ടും. അത് പബ്ലിക് സ്പേസിലുള്ള ആ ഒരു കൺസേൺ പോലീസിനും ഗവൺമെന്റിനും ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അതാണ് സ്കൂളിനോട് അത്ര കൺസേൺ ഒന്നും ഇല്ല ഇവർക്ക്. ഇവർക്ക് ഇത് മാനേജ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെ അതിനനുസരിച്ചുള്ള കൗൺസിലിംഗോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിനു വേണ്ടിയുള്ള എഡ്യൂക്കേഷനോ ഇല്ല. ഞാൻ എത്ര കൊല്ലമായിട്ട് പറയുന്നത് ഫിസിക്സ് എഡ്യൂക്കേഷൻ മാത്രം പറയും. ഡ്രഗ്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് അടിക്കരുതെന്ന് മാത്രമല്ല പഠിപ്പിക്കണം. ഇനി അടിച്ച് പോയാൽ എന്ത് ചെയ്യണം എന്നുള്ള സോഷ്യൽ മീഡിയ എഡ്യൂക്കേഷൻ. ഈ സോഷ്യൽ മീഡിയ യൂസ് അറിയാൻ 15 വർഷം, അതൊക്കെ 10 വർഷം കൊടുക്കുന്ന സാധനമാണ്. ഇതുവരെ എന്തിനു ചെയ്തു? ഈ സ്കൂൾ കുട്ടികളെ കൊച്ചിലെ തൊട്ടേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പഠിപ്പിക്കണം. അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കണം. അവരതിനകത്ത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ചിലപ്പോൾ ഏൺ ചെയ്യുന്ന കുട്ടികൾ വരെ ഉണ്ടായേനെ. ഇവന്മാരെ കൊണ്ട് എന്തോ പറ്റി? ഇവർക്കൊരു എന്താ പറയണ്ടേ, ചിന്തിക്കാൻ ശേഷിയില്ല. ഇനി എന്തിനു സംഭവിച്ചു പോയാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ബോധവും ഇല്ല. കുറ്റം പറച്ചിലും അപമാനിക്കലുമാണ് ഇവിടുത്തെ കറക്ഷൻ എന്നാ പറയുന്നത്. പണ്ട് തല്ലുന്നതാണ്, ഇപ്പൊ പറയുന്നത് നാറ്റിക്കുക. നാറ്റിച്ചു കഴിഞ്ഞാൽ ഇവരങ്ങ് നന്നാവുന്നു. നാറ്റിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക, പേര് ദോഷം കൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോ എന്തോ നോക്കാനൊന്നും അടിക്കുന്നവരൊക്കെ കാണും. മനസ്സിലായില്ലേ? എന്താണ് നാണം കെട്ട്? അങ്ങ് നന്നാവും ഉടനെ. നാണം കെട്ടാണോ നന്നാകുന്ന ആൾക്കാർ? അത് മഹാമണ്ഡലത്തിൽ അങ്ങനെ ചിന്തിക്കരുത്. ആരും നാണം കെടുത്തിയാൽ കൂടുതൽ വഷളാവാനും സാധ്യതയുണ്ട്. ആ 2 സാധ്യതയുണ്ട്, ഒരു സാധ്യതയെ പാടുള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ സാധ്യതകളെ ഒരു 90% 10% വെച്ച് നോക്കിയാൽ കൗൺസിലിംഗോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ 90% നന്നാവാനും 10% നശിക്കാനുണ്ടാവും. അപ്പൊ ആ 10% ആൾക്കാരല്ലേ പോകുന്നുള്ളൂ. ഇത് 50-50 വെച്ച് കഴിഞ്ഞാൽ 50% പോയി, ഒരു സംശയം വേണ്ട. ഇവർക്ക് ഈ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഇത് തൊടരുത്, ഇത് അടിക്കരുത്, തൊട്ടുപോയാൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറയുമ്പോൾ അവർ പുറലോകം നോക്കുമ്പോൾ കാണുമ്പോൾ ഇതൊക്കെ അടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. പാട്ടുകാരും സിനിമക്കാരും ഒക്കെ അടിക്കുന്ന സിനിമകൾ അതടിച്ചിട്ട് ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല. ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ പ്രശ്നമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ആ പ്രശ്നമില്ലെന്ന് പറയുന്നത് എങ്ങനെയാ? ആ കൺട്രോൾഡ് യൂസ്, അതൊക്കെ ഒരു ഏത് സാധനം ആയിക്കോട്ടെ, അതിന്റെ മര്യാദയ്ക്ക് എന്ത് സാധനം ഉപയോഗിച്ചാലും പ്രശ്നം വരത്തില്ല. അത് മര്യാദ ഇല്ലാതെ ഒരു കത്തി എടുത്തിട്ട് വള്ളക്ക് കയറ്റുന്നവരും കയറ്റി നടക്കുന്നവരും കണ്ടു കഴിഞ്ഞാൽ അവനാ കുഴപ്പമുള്ളത്, അല്ലാതെ കത്തിക്കല്ല കുഴപ്പം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഡ്രഗ്സും, ഏത് ഡ്രഗ്സ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ആരും അടിമയൊന്നും ആകത്തില്ല, ആരും അതിന്റെ പുറകെ പോകത്തുമില്ല. ഇപ്പൊ എനിക്കൊക്കെ എന്തുകൊണ്ട് തന്നാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ അതിന്റെ പുറകെ പോകത്തില്ലെന്നാണ് എനിക്ക് 100% ഉറപ്പിച്ച് അതിനകത്ത് നല്ല വ്യക്തമായ ആ ഒരു കൃത്യമായ റിസൾട്ട് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാനിതൊന്നും കണ്ടിട്ടില്ലാത്ത ആളോ അടിച്ചിട്ടില്ലാത്ത ആളൊന്നുമല്ല. പക്ഷെ അത് അടിക്കുമ്പോൾ അടിച്ചിട്ട് ഇതിന്റെ പുറകെ പോയവരൊക്കെ വട്ടുപിടിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, സാമൂഹികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ അടിച്ച് ഉപയോഗിച്ച ആൾക്ക് അതിനുള്ള കൺട്രോൾ ഇല്ലാനും അല്ലെങ്കിൽ അയാൾക്ക് സൈക്കോളജിക്കൽ ഓർ സൈക്കാട്രിക് ഡിസോർഡർ ആണ്, എന്തോ ഒരു കുഴപ്പമുണ്ടാകും. അല്ലാതെ ഒരിക്കലും ഈ വക സാധനം എടുത്തുകൊണ്ട് ജീവിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല, തോന്നത്തില്ല. കാരണം നമുക്ക് തന്നെ നമ്മുടെ ബോഡിയെ അബ്യൂസ് ചെയ്യുന്നത് മനസ്സിലാവും, അതിന്റെ ഒരു ക്ഷീണം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഡെയിലി ലൈഫിൽ ബുദ്ധിമുട്ട് വരുവാന്നേ. ഇതൊക്കെ ആരടിക്കും? അങ്ങനെ നിരന്തരം അടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ആരെ കൊണ്ടാ പറ്റുന്നത്? അത്രയ്ക്ക് ബോധം ഉണ്ടാവരുത്. അവൻ അത്രയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്. എല്ലാം അയാൾ അത് യൂസ് ചെയ്യത്തില്ല. ചുമ്മാ എല്ലാ ദിവസം ക്രോസും കഴിക്കുന്ന പോലെയാണ് ഇത്. ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ വന്നാൽ പോലും അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ട്. തിരിച്ചറിയുമ്പോൾ നിർത്തണം. അതെ, സത്യം. അത് എന്ത് സാധനമാണല്ലോ, അതായത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നമ്മൾ തിരിച്ചറിയാത്ത പോകുന്നതാണ് ഈ പ്രശ്നം. മനസ്സിലായില്ലേ? ഇവർക്ക് തിരിച്ചറിയുന്നില്ല ഇവരുടെ ജീവിതത്തിൽ, ഈ ദൈനംദിന ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ ഉണ്ടാക്കുന്ന സാധനം എന്ത്. അപ്പോൾ ഓക്കെ, ഇത് ഒരു പെണ്ണ് കാരണോ അമ്മ കാരണം അപ്പം കാരണം പേരൻസിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇത് അങ്ങനെ ആയെന്നും അതിന്റെ എക്സ്ക്യൂസും. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അങ്ങനെ പറയാനാണ് എനിക്ക് ഇപ്പൊ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പല രീതിയിൽ പേരന്റിങ് അത്ര ശരിയായിട്ടില്ല, വീട്ടിൽ ഭയങ്കര പ്രശ്നമൊക്കെ നടന്നിട്ടുണ്ട്, പലതരത്തിൽ.
പോരാത്തതിന് ഇത്തിരി അബ്യൂസുകൾ, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് പോയി അഭയം പ്രാപിച്ചുകൊണ്ടൊന്നും അതിനൊരു ആൻസർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് കൂടുതൽ വഷളാക്കുകയോ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതല്ല ഇതിന്റെ രീതി. ഓക്കെ, അടുത്ത എന്താണ്? പിന്നെ നമുക്ക് ഫോക്കസ് ഉണ്ട്. ഓരോ പ്രായത്തിനും അതിൻ്റെതായ ഇപ്പൊ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതെനിക്ക് അത്ര ആവറേജ് സ്റ്റുഡന്റ് ആണ്. നമ്മൾ എങ്ങനെയോ പാസ്സായി പോയി. ജോലി സ്ഥലത്ത് വന്നപ്പോൾ നേരെ തിരിഞ്ഞ് ചിലർ ജോലി വരുമ്പോഴാണല്ലോ എക്സലൻസി കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ജോലി സ്ഥലത്ത് എനിക്ക് കൂടുതൽ പഠിക്കാനും അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാനും പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടിയത്. അല്ല അത് ഡ്രഗ്സ് അടിച്ചാലോ അല്ല കള്ളുടിച്ചാലോ ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്ന വേറൊരു കാര്യം. പക്ഷെ ഇത് ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാവും. നിങ്ങൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഇങ്ങനത്തെ സ്ട്രെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇത്തിരി കാര്യങ്ങളല്ല അഭയം പ്രാപിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് ഒന്നും അത്ര പെർമനന്റ് അല്ല. അല്ലേ പോട്ടെ, ഈ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെല്ലാം ട്രെയിനിങ് കൊടുക്കാൻ പറ്റും ആളുകൾക്ക്. വളരെ ഈസി ആയിട്ടൊക്കെ പലതും ട്രീറ്റ് ചെയ്ത പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കുക. ഇതൊന്നും ഇല്ലാത്ത ഒരു നശിച്ച സൊസൈറ്റിയിലോട്ട്, നശിച്ച സ്കൂളിംഗ് സിസ്റ്റത്തിലോട്ട്, സ്കൂളിൽ ചെന്ന് ഇതിലും ടോർച്ചറാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ടോർച്ചറാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇത്തിരി വിഷയങ്ങളെ പറ്റിയാണ്. ഡ്രഗ്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, അതിലും ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ന്യൂസ് ചാനൽസ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നതും ഇല്ലാക്കഥ പറയുന്നതും എന്നെ പറ്റി പറഞ്ഞത് മൊത്തം തെറ്റാണ്. കള്ളത്തരം മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. അതാണ് അടുത്ത പ്രശ്നം. ഇവർ ഈ പറഞ്ഞ പോലെ സവാദിന്റെ വീഡിയോ ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. ദീപക്കെന്ന് ഇഷ്യൂ വന്നപ്പോൾ അതല്ല ഇതാന്ന് പറയാം മരിക്കണം. ഇപ്പൊ ഞാൻ മരിച്ചു പോവുക ഇങ്ങനെ അനാവശ്യം പറയുമ്പോൾ. അതായത് മോഹൻലാലിനൊക്കെ ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പോയി ലോക്കപ്പിൽ നിർത്തി ഫോട്ടോ എടുത്ത് ജയിലിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞ് കള്ളവാർത്ത അടിച്ചുവിടുന്ന പോലീസിനെയും മാധ്യമത്തിനെയും സഹിക്കാൻ പറ്റും. ഞാൻ ആത്മഹത്യ ചെയ്താൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും തിരിഞ്ഞു പറയാനുള്ള ആൾക്കാർ വരത്തുള്ളൂ. അതാണ് ഇവിടുത്തെ മെസ്സേജ് ഇവർക്കുള്ള. ഈ ആത്മഹത്യ ആയിരിക്കുന്ന ചിലപ്പോൾ ഇനി അടുത്തതിന് ആത്മഹത്യ ചെയ്യും. കാരണം അവരുടെ ഉദ്ദേശം കൂടെ ഉണ്ട്. അവർക്ക് ഇതൊക്കെ അവർ കാണുന്നത്, മനസ്സിലായില്ലേ? ആ മരിച്ചിട്ടാണെങ്കിലും പ്രതികാരം ചെയ്യുന്ന പോലത്തെ ആൾക്കാരുണ്ട്. അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുക. ഇപ്പൊ നമ്മളൊന്നും ആത്മഹത്യ ചെയ്യാത്തതുകൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു. രക്ഷപ്പെട്ടെന്നല്ല പറയുന്നത്, ഇച്ചിരി ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പോകുന്നു. അത് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പൊ ഷിംജിത്തേക്ക് അങ്ങ് സന്തോഷമൊന്നും കാണത്തില്ല അയാൾ മരിച്ചത്. അയാൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യം സംഭവിച്ചു, അതിനെ കൊണ്ട് ജയിലിലിടും, എന്തൊക്കെയോ കാണിക്കുന്നു. ഇതിന്റെ എല്ലാം ഉത്തരവാദികൾ തന്നെയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം ഒന്നും ഷിംജിതയ്ക്കില്ല. ഷിംജിത ഓത്തൊന്നും എടുത്തിട്ടില്ല. നിങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സമ്പത്തിനും ഒന്നും ഞാൻ നോക്കിക്കോളാമെന്ന് ഓത്തെടുത്താണെന്നല്ല. അവരത് ചെയ്യാത്തതിന്റെ പേരിൽ ഒരു പെണ്ണ് ഒരുത്ത് മരിക്കുന്നു, ഒരു പെണ്ണ് ജയിലിൽ കിടന്നു. ഇത് രണ്ടും ഒരേ ടൈപ്പ് ആൾക്കാരാണ്. രണ്ടുപേർക്കും അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അവരെ നോക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാവർക്കും വേണ്ടുന്ന പ്രൊട്ടക്ഷനും കെയറും തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഇച്ചിരി മാനസിക തെറ്റിന്ന് പറഞ്ഞാൽ അയാൾക്ക് കെയറില്ല, അയാൾക്ക് ഒരു പ്രൊട്ടക്ഷനും ഇല്ല, ചികിത്സയില്ലെന്ന് പറയുന്നതാണോ? അതാണ് ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അതിനെപ്പറ്റി ഒരു രീതിയിലും വേണ്ട രീതിയിൽ പോലും പ്രതികരിക്കാത്ത ഒരു ഗവൺമെന്റും പോലീസും ആരോഗ്യ സുരക്ഷാ വകുപ്പ് അടക്കിയിരിക്കും. കണ്ടില്ല ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ കളിയുണ്ടോ? എത്ര നാളായിട്ട് ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പ് ശരിയല്ല ഞാൻ പറയുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് എടുക്കുന്നില്ല ഇവര്. അവർക്ക് അറിയത്തില്ല. അവർക്ക് പെടലിൽ ഒഴിഞ്ഞു കിടക്കാനൊക്കെ ഇവർക്ക് അറിയത്തുള്ളൂ. അഭിനയിക്കാൻ അറിയാം, ഉടായ്പ കാണിക്കാൻ അറിയാം. അല്ല എന്തോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ മന്ത്രി കാണിക്കുന്നതാണോ മെക്കിട്ട് കയറുക വരുന്നിടത്തോട്ട്? അതിനെ ഗുണ്ടായിസോ? ഇതിനാരെ പഴവല്ല ഗുണ്ടവല്ലോ ആണ്? അതാണോ അതിന്റെ പ്രതികരണം? അല്ല, അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. ഒന്നാമത് പോട്ടെ, ആ പ്രശ്നത്തിന് അവർ നേരിട്ട് കണ്ടോ എങ്ങനെയാണ്? ഇത്ര ഉടായ്പ മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ ഉള്ളവർക്ക്. ഈ ഉടായ്പ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? പോലീസുകാർ ഉടായ്പ ഇതൊക്കെ കണ്ടാണ് പിള്ളേർ വളരുന്നത്. അത് ഈ ഇവർക്കൊരു മോനം കാണുമല്ലോ വീട്ടിൽ. അവരിത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അടുത്ത പ്രാവശ്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അങ്ങ് ആ പ്രശ്നം എടുത്ത് മറിച്ച് ഇപ്പുറത്തോട്ട് ഇടുക, ചിന്ത തെറ്റിക്കുക, ഡൈവേർട്ട് ചെയ്യുക, ന്യൂസ് ഡൈവേർട്ട് ചെയ്യുക. ഭയങ്കര മിടുക്കന്മാരാവും ഉടനെ എല്ലാവരും. ഇവര് തട്ടിപ്പാന്ന്. പിന്നെ എങ്ങനെ ഈ സൊസൈറ്റി നന്നാവുന്നത്? മാതാപിതാക്കൾ കാണിക്കുന്ന ഇമാതിരി ചറ്റത്തരവാണ്. അപ്പൊ പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? തിനീതം അങ്ങനെ ചരിത്രമൊന്നും കാണിച്ചിട്ടൊന്നും പൊട്ടവർത്താനം പറയും. അല്ല, അയാള് ഒരു മറ്റേ അത്രയും ആക്ടിവിറ്റീസിലൊന്നും പുള്ളിക്ക് റോളുള്ളതായിട്ട് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ആരെ ഊമ്പിക്കുന്നതായിട്ടോ അങ്ങനെ വല്ലതും കേട്ടോ? ഈ മറ്റേ ബാലയും മറ്റേ ഉണ്ണിമയും മുകുന്ദനൊക്കെ തമ്മിലുള്ള പ്രശ്നം പോലത്തെ പ്രശ്നത്തിൽ ഇയാൾ തലവെക്കത്തില്ല. അയാളുടെ പണി ചെയ്യുന്നു. പണിക്കകത്ത് ഇപ്പൊ ശരി അയാളുടെ മിമിക്രി ശരിയല്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പെണ്ണ് കേസ്, ഹവാല തട്ടിപ്പ്, കള്ളപ്പണം അങ്ങനെയൊന്നും വന്ന് ചാടത്തില്ല അയാള്. അയാൾ മര്യാദയ്ക്ക് ജീവിക്കുന്നത്. എനിക്ക് അയാളെ പരിചയമുണ്ട്. ഇയാള് ആരിട്ടി ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ ഇച്ചിരി ഓവറാ, ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് വേണം കൂടെ ഒന്ന് കരയൊക്കെ ചെയ്യുന്ന ടൈപ്പത്തിന് അത്രേ ഉള്ളൂ. പിന്നെ ഭക്തനുമാണ്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ടിൻറ്റോമിനെ പറ്റി. ടിൻറ്റോ അങ്ങനെ ഈ കാണുന്ന പോലത്തെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഒരിടത്തും പുള്ളിയെ കൊണ്ട് പറ്റത്തില്ല. അയാളെ കൊണ്ട് പറ്റുന്ന, അയാളെ കൊണ്ട് അറിയാവുന്ന അയാളുടെ ഒരു ചിന്താഗതിയിലൊക്കെ പ്രശ്നമുണ്ട്. കാരണം ഒരു പിന്നെ എനിക്ക് മറ്റേ ഗായത്രി റോസ്റ്റ് എന്ന് പറഞ്ഞ ഇയാളെ റോസ്റ്റ് ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞ വർത്താനൊക്കെ ഭയങ്കര റോങ് ആണ്. പക്ഷെ ഈ പ്രവൃത്തിയൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല ഇതുവരെ. അല്ല എവിടെയെങ്കിലും നിന്ന് അതിക്രമം ഉണ്ടാക്കിയോ? ഇപ്പൊ അതുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടി മറ്റേ ഇത് വണ്ടർഫുൾ വേൾഡ് ഒക്കെ പാടി പാട്ടിനെ അങ്ങ് കൊന്നു, എമ്പുരാൻ കാണിച്ചു. ഇത്രയൊക്കെ ഉള്ള പുള്ളിയുടെ എനിക്ക് ഇയാളെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറയാണ്, ഇയാളൊരു ദ്രോഹമോ ദുഷ്ടത്തരോ ഒന്നുള്ള മനുഷ്യനല്ല. ഇപ്പൊ ആറാട്ടുണ്ട്, അയാൾ ദുഷ്ടത്തരമുള്ള ആളൊന്നല്ല. അയാൾ കിളി പോയതാണ്. പക്ഷെ അതുപോലല്ല ഇത്. ഇയാൾ പറഞ്ഞു വരുമ്പോൾ ശരിയാകത്തില്ല. അതൊക്കെ ശരിയാ, അത് എല്ലാവർക്കും കഴിവുണ്ടാകുന്ന ഇരിക്കത്തില്ല. എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കലും ഊപ്പിക്കലും ഒന്നും എനിക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നീറ്റും ഡീസന്റും ഈ പറഞ്ഞ മോഹൻലാലും ഒക്കെ എന്തുവാ. സിദ്ദിഖൊക്കെ എത്ര മാന്യനായാലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖിനായാലും ഇങ്ങനെ ട്രോളൂ. അതെന്താ ചെയ്യാത്ത? ഈ വൃത്തികെട്ടവന്മാർക്കൊന്നും ഇല്ലാത്തൊരു കുഴപ്പം ഈ പാവം പിടിച്ചവനെയൊക്കെ പിടിച്ച് ഇവന്മാർക്ക് പറ്റുന്ന ഒരു പരിപാടിയുണ്ട്.
പാവങ്ങളെ പിടിക്കും. ഇച്ചിരി കുഴപ്പമില്ലാത്താന്ന് തോന്നി. ഇവന് വല്ല ഗുണ്ടാശം ഉണ്ടാകുന്ന പറയത്തില്ലെന്നേ. അത് ഇല്ലാത്തതുകൊണ്ടാണ് ടിനി ടോമിന് ഇത്ര ഈസി. ഇതിനെ പറ്റി പോലും പറയത്തില്ല ആൾക്കാർ അത്ര ധൈര്യത്തില്. എന്നിട്ട് അയാളുടെ ആഗ്രഹം പ്രതീക്ഷ ചെയ്തൊക്കെ തന്നെയാണ് മക്കൾ ഡ്രഗ്സ് അടിക്കരുത്. അതിന് ആദ്യം റോളാൻ വരുന്നവന്മാരൊക്കെ എന്തോ ചെയ്യുള്ളൂ. അതാണ് ഈ നാട്. ഈ ഇവന്മാർക്ക് വല്ല ബോധമുണ്ടോ? അയാൾ വേറെ ആൾക്കാരെ പറ്റി കുറ്റം പറഞ്ഞില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ ആരെയും കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. അയാൾ പറഞ്ഞു അയാളുടെ മോന് പോവാൻ അയാൾക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അയാളുടെ പേടിയാണ് അറിയിച്ചത്. അവിടെ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അയാളുടെ മക്കളെ എടുത്തില്ലെന്ന്, അത്രേ ഉള്ളൂ. അയാൾ അവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് അറിയിച്ചാണോ പ്രശ്നം, അയാൾ അതോ ഇയാളുടെ മോൻ ഇത് ഉപയോഗിച്ചാണോ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കറിയത്തില്ല. അതാ പ്രശ്നമില്ലേ. അതെടുത്തോണ്ട് വരുന്നത് എന്തിനാ ഇപ്പൊ അതൊക്കെ ഓടുന്നേ. അയാളെ അങ്ങ് നാറ്റിക്കുക ഉടനെ. കണ്ടില്ലേ നീ പറഞ്ഞിട്ട് എന്താ എന്നൊക്കെ. എന്നിട്ട് അവന്റെ മോൻ കിടക്കുന്നതാണ്. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? അത് ഞാൻ പറഞ്ഞത്. ഇവിടെ സാധനം വരായിരിക്കണം നോക്കണം പോലീസിന്റെ സാധനം അവിടെ എത്തിയത് ആരുടെ വഴിയാ? എന്റെ റൂമിൽ വന്നു MDMA ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരരുത്, ഞാൻ നിങ്ങളുടെ പരാജയത്തെ മനസ്സിലാക്കും. എന്റെ മുറി കയറരുത്. കാരണം എന്റെ മുറിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും മനുഷ്യൻ, അതായത് ആ ബോർഡർ തൊട്ട് ഈ AI ക്യാമറ, എക്സൈസ്, പോലീസ്, വിജിലൻസും എല്ലാവരും ഇന്ന് റോഡിലുണ്ട്. MVD ഇവരെല്ലാം പറ്റിച്ച് ആരും ഒരാൾ എന്റെ വീടിന്റെ പടുക്കി കൊണ്ടുവന്ന് സാധനം തന്നപ്പോ ഞാനത് മേടിച്ച് മുറിക്കാത്തോട്ട് വെക്കുന്ന എന്നെ പിടിക്കാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇവന്റെ മൂക്കിനടി കൂടെ വന്ന സാധനം ആരുടെ പരാജയം അത് ഞാൻ കാശ് കൊടുത്താൽ മേടിച്ചിരിക്കുന്നത്. ചുമ്മാ അന്നാണ് കുഴപ്പമില്ല. അവരതല്ലേ അവരുടെ മണ്ടത്തരം. ആ ബ്ലാക്ക് മണി ഇങ്ങനെ കറങ്ങുമല്ലോ ഇവിടെ. അതിൽ ഏറ്റവും വലിയ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതായത് എന്തുവാ ഈ വണ്ടികളുടെ എക്സ്ട്രാ ഫിറ്റിംഗ് സാധനം. ആ സാധനം ടാക്സും വാങ്ങിച്ച് ഇവിടെ ഷോപ്പിൽ വന്നിരിക്കുന്ന ഒരുത്തം എടുത്ത് വെക്കുമ്പോൾ ആ പ്രശ്നം പിടിക്കാൻ ചെല്ലും. ആ കടയിൽ നിന്ന് എടുപ്പിക്കത്തില്ല. അതില്ല, നമ്മളെ എല്ലാവരും പറ്റിക്കണമല്ലോ. എന്തൊരു മൈരി. അതെ, അവസ്ഥയാണ് ഇതൊക്കെ. തെണ്ടിത്തരം എന്ന് പറഞ്ഞാണല്ലോ. ഇതാണ് അവരാജ്. അതെ, അവരാജ് കി കേദാർ എന്ന് പറയുന്നത്. അവരാജ് കി കേദാർ. അതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഒക്കെ അവസ്ഥ. ഗവൺമെന്റ് അല്ല ഇത്. ഇവിടെ ജനിച്ചു വളർന്ന ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം കണ്ട പൊട്ടക്കണ്ടിലെ തവളകൾ ആണ് ഗവൺമെന്റ് സിസ്റ്റത്തിലും പോലീസിലും വർക്ക് ചെയ്യത്തുള്ളൂ. കാരണം ഈ രണ്ടു കൂട്ടർക്കും വിദേശത്ത് പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. അവർക്കൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. അവരത് അനുഭവിച്ചിട്ടില്ല, അവരിത് മനസ്സിലാക്കിയിട്ടില്ല. ഗൾഫിൽ ജോലി ചെയ്തവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ രീതി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലേ? ഇവിടുത്തെ മണ്ടന്മാർക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇവിടുത്തെ പോലീസിനെ കണ്ടിട്ടില്ല എന്തൊരു ചെയ്യുന്നതെന്ന്. പോലീസിനെ കൊണ്ട് വേറെ ഒരു വിദേശത്ത് പോലീസായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിവിടെ ജോലി ചെയ്തു, സാധാരണ ഒരു കമ്പനി ജോലി ചെയ്തു. പക്ഷേ ഗൾഫിൽ ചെന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സിസ്റ്റം കുറച്ചുകൂടി ബെറ്റർ സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എളുപ്പമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്ന്. അവിടുത്തെ റോഡിൽ കൂടെ ഓടിച്ചാലേ ഈ ഇവിടുത്തെ MVDക്ക് അറിയത്തുള്ളൂ ഇവിടെ എന്ത് കറക്ഷൻ വരുത്തുന്നു. ഈ MVDയിലുള്ള ഏതെങ്കിലും ഒരുത്തൻ ഗൾഫിൽ ദുബൈയിലോ പോയി ഓടിച്ചിട്ടുണ്ടോ വണ്ടി? അവിടെ ലൈസൻസ് ഉണ്ട് ഇമാർക്ക്. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരുത്തനുണ്ടോ എടുത്ത് കാണിക്കും. ആകെ വല്ല മറ്റേ മനോജ് ബ്രാ എന്ന് പറഞ്ഞ ഒരാൾക്ക് വല്ലതും കാണാം. അയാളൊക്കെ പുറത്തൊക്കെ പോകുന്ന മനുഷ്യരാന്ന് തോന്നുന്നു. അല്ലേ മറ്റേ ആരാ ഈ IG IPS റാങ്കിലുള്ളവരൊക്കെ ചിലപ്പോൾ ദുബൈയിലൊക്കെ ലൈസൻസ് എടുത്ത് കാണും. അല്ലാതെ ഇവിടെ നടക്കുന്ന ഈ പോലീസുകാർക്ക് വല്ലവർക്കും പുറത്തിറങ്ങി വണ്ടി പിടിക്കാറിയോ? കണ്ടാൽ മനസ്സിലാവും. അത് കണ്ടാൽ മനസ്സിലാവും. അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് ടൂർ പാക്കേജ് പോയിട്ട് തിരിച്ചു വരും ഈ പൊട്ടന്മാര്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്ക് ഉണ്ടാകത്തില്ല. കാരണം അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ ഏതെങ്കിലും ഒരു ബോധം ഉണ്ടായാൽ പോലും മേളിയിരിക്കുന്ന ചിലർ മൊണ്ടക്കണ്ട തീർന്ന് പറയത്തില്ല, നടക്കത്തില്ല. ഇവര് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നേ. ഇവിടുത്തെ റോഡ് സിസ്റ്റം, ഇവിടെ നമ്മൾ പല ട്രാഫിക് സിഗ്നലിന് തൊട്ടപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ സിസ്റ്റം അവിടെ വർക്കാവും. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ ഇങ്ങനെ തുരിതുരാന്ന് ടൈം തെറ്റി വണ്ടി വരത്തില്ല. ബസ് ബേ ഉണ്ട്. അതുകൊണ്ട് എന്താ ആ ലൈൻ ബ്ലോക്ക് ആകത്തില്ല. പക്ഷെ ഇവിടെ ആ സാധനം കൊണ്ടുവന്നിട്ട് ബസ് ബേ ഉണ്ടോ? പക്ഷെ എന്താ പറ്റുന്നറിയോ? ബസ്സുകൾ ടൈം തെറ്റി വന്നിട്ട് 5 ബസ് വന്നിങ്ങനെ നിരന്നിടും. അപ്പൊ എന്ത് പറ്റും? മറ്റേ ലൈനിലാണ് കിടക്കുന്നത്, റോഡില്, ബേയിലല്ല. അങ്ങനെ ബ്ലോക്ക് ആവുന്നു കലൂര്. ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടു. ടൈമിംഗ് തെറ്റ്. ഏതിന്റെ? ട്രാഫിക് സിഗ്നലിന്റെ. സിവിക് സെൻസ് ഉള്ള ആൾക്കാർ ചോമ്പടിച്ചാൽ നിൽക്കും, മഞ്ഞ അടിക്കുമ്പോഴേ നിൽക്കും. ആ സിസ്റ്റം കൊണ്ട് ഇവിടെ വെച്ചു. ചോമ്പടിച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പുറത്ത് പച്ച എത്തുമ്പോൾ ചൂ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നവർ അതുപോലെ പാഞ്ഞിങ് ഇറങ്ങും. അപ്പൊ ഈ നടുക്ക് കിടന്നൊരു കളിയുണ്ട്. എടപ്പള്ളി, കലൂര്, ഈ 2 സ്ഥലത്താണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. അവിടെ എപ്പോഴും ബ്ലോക്ക് പോവാ. ഇതിന് ചെയ്യേണ്ട കാര്യം, ആ സെൻസ് ഇല്ലാത്ത മനുഷ്യരെ കൺട്രോൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന സിസ്റ്റം ആണ് ഇവിടെ വെക്കുന്നത്. ആ സെൻസ് ഉള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ ആ സിസ്റ്റം മതിയായിരിക്കും. സെൻസ് ഇല്ലാത്തവരെ വെക്കുമ്പോൾ ഈ ചുമപ്പ് കുറച്ച് നേരത്തെ അടിക്കണം. എന്നിട്ട് അവൻ നിൽക്കണം. നിന്ന് കഴിഞ്ഞിട്ടേ അപ്പുറത്തൊന്ന് തുറക്കാവൂ. ചെറിയ ടൈമിംഗ് വ്യത്യാസം മതി. ആര് ചെയ്യാൻ? കണ്ടു കേട്ടു. ഈ പൊട്ടന്മാരെ വീഡിയോ കിട്ടിയെന്ന് എനിക്കറിയില്ല. അധികാരികൾ എത്തുന്ന വരെ ഷെയർ ചെയ്യൂ സുഹൃത്തെ. എല്ലാവരും ഇത് നടക്കാൻ പോകുന്നത്. ഇവന്മാര് മണ്ടന്മാരാ. ഇവർക്ക് ഈ ബ്ലോക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇവർ മണ്ടത്തരം കൊണ്ട് മാത്രമല്ല, നാട് നന്നാവണമെന്ന് യാതൊരു താല്പര്യം. നാട് നന്നാക്കണ്ടോ? സെക്കൻഡ്സ് ചേഞ്ച് ചെയ്യാം സിസ്റ്റത്തില്. അല്ല, ഇത് ചെയ്യണമെങ്കിൽ അത്രയും ചിന്തിക്കണ്ടേ? അത്രയും പോലും ചിന്തിക്കാനുള്ള താല്പര്യം ജോലി ചെയ്യാൻ കഴിയത്തില്ല. ഈ ഉടായ്പ കേസ് ചെറുത്താനെ പിടിച്ചു, 6 പിടിച്ചു, പിന്നെ തൊപ്പിയെ പിടിച്ചു എന്ന് പറയുന്ന കേസൊക്കെ ഉണ്ടാക്കാൻ നടക്കുമോ പോലീസ്? അത് വീഡിയോ എക്സിബിഷൻ കിട്ടുന്നിടത്തോടെല്ലാം ചെന്ന് ഒരു ഷോ കാണിക്കലാണോ പോലീസിന് ഇപ്പോ? അല്ല, ഇല്ലെന്നേ. ഇവിടെ ഇത്രയും പ്രശ്നം, ദൂരം കൊലപാതകം, ബലാത്സംഗം ലിസ്റ്റ് എടുത്ത് നോക്കണം. കേരള പോലീസിന്റെ സൈറ്റിൽ കയറി ക്രൈംസ് അത്രയും കിടക്കുമ്പോൾ 6 പിടിച്ചാകത്തിട്ട് അതിന് എങ്ങനെ സമയം കിട്ടും? ഇത്രയും ക്രൈം നടക്കുന്ന നാട്ടില് അത് തട്ടിപ്പല്ലേ? അതൊരു ഉടായ്പ മാത്രമാണ് കേട്ടോ, അല്ലാതെ അതിനൊന്നും ഒരു ക്രെഡിറ്റില്ല. എന്നാണേലും അത് മനസ്സിലാവും. ബോധമുള്ള എല്ലാ മനുഷ്യനും മനസ്സിലാവും. പിന്നെ പൊട്ടന്മാരെ പറ്റി ജീവിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അതേപോലെ ഇവിടെ എല്ലാ കാര്യത്തിലും ഡ്രഗ്സിന്റെ കേസ് തന്നെ വീണ്ടും തിരിച്ചു പറയാം. ഡ്രഗ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് അടിക്കുമ്പോൾ അടിച്ചു പിടിച്ചാലുള്ള ലീഗൽ വശങ്ങൾ പഠിപ്പിക്കണം. പിന്നെ ഇത് ബോഡി അഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. പിന്നെ ഇതിന്റെ കിക്ക് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. ഇതിനെ കൺട്രോൾ യൂസ് എന്ന് പറഞ്ഞ സാധനം കൂടെ പഠിപ്പിക്കണം. അത് അടിക്കുന്നുണ്ട്, അടിച്ചാലോ നശിക്കരുത്.
ചിലർ അടിച്ചെന്നിരിക്കും. അതെ, ഞാൻ കാര്യം പറ്റേ, ഈ മദ്യം കൊടുക്കുന്നുണ്ട്, ചിലർ അടിച്ച് നശിക്കുന്നുണ്ട്, ചിലർ യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്, ചിലർക്ക് എന്തുവാ ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ സന്തോഷം ഇതേ സാധനം തന്നെ എല്ലാത്തിനകത്തും നടക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല എന്ത് കഞ്ചാവിനകത്ത് വ്യത്യാസം ഉണ്ടാകുന്നത്? അഡിക്ഷൻ അതിനുണ്ട് ഇതിനുണ്ട്. കള്ള് കുറച്ചുകൂടി പ്രശ്നം ഉണ്ടാക്കുന്നത്. കഞ്ചാവ് അടിച്ചൊരു ആക്സിഡൻസ് കുറവാണ്, അഗ്രഷൻ കുറവാണ്. കള്ളു കുടിച്ചിട്ടാണ് വണ്ടി ഇടിപ്പിക്കലും കത്തിക്ക് കുത്തും ബലാത്സംഗം ഒക്കെ കൂടുന്നത്. കഞ്ചാവ് അടിച്ചതിന് ചിലപ്പോൾ കുറേ വർഷം എടുക്കും. സൈക്കാട്രിക് ആണെങ്കിൽ അവൻ ഞാൻ സൈക്കാട്രിക് പ്രശ്നം അങ്ങ് കൂട്ടും, ബൂസ്റ്റ് ആവും. എന്നിട്ട് ചിലപ്പോൾ തന്തേം തള്ളേം തല്ലിക്കൊല്ലും. അതപ്പം നോക്കിയാൽ മതി. അതിന് മുമ്പ് ഇവനെ പിടിച്ചാണല്ലോ ആ കൊലപാതകം ഒഴിവാക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ കള്ളിനെ അതുപോലെ ട്രീറ്റ് ചെയ്യണ്ടേ? കള്ളിടിച്ചിട്ട് ഇത്ര എന്തെങ്കിലും കൊലപാതകം നടന്നിരുന്നത്? കള്ള് എന്തുകൊണ്ട് പ്രശ്നമാണ്? ഗവൺമെന്റ് സപ്ലൈ ചെയ്തപ്പോൾ കുഴപ്പമില്ല. ഗവൺമെന്റ് കഞ്ചാവ് കൂടെ കൊടുക്ക്. അപ്പൊ അത് നല്ല കഞ്ചാവ് കിട്ടും, കൺട്രോൾഡ് യൂസ് ഉണ്ടാവും, ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തിന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇവന്മാർ പിന്നെ കള്ള് കുടിച്ച് ഇത്രയും കുടുംബ പ്രശ്നങ്ങൾ കണ്ണു വരെ പോയി അടിച്ചു പോയി. കുറെ പേര് കള്ള് വിഷമദ്യം എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഇറക്കി വിട്ടത് അത് ഭയങ്കര പ്ലാൻഡ് ഒരു പരിപാടിയായിട്ട് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം പിന്നീട് ഉണ്ടായിട്ടില്ല, അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അത് മനഃപൂർവ്വം ചെയ്തവരുണ്ട്, കുറെ ആളെ കൊന്നിട്ടുണ്ട്. ഇവിടുത്തെ കാര്യമല്ലേ, ഇവിടെ എല്ലാം ആളെ കൊന്നും ആൾക്കാർ കൂടുതലല്ലേ. അങ്ങനെയാ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ സംഭവം വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കേൾക്കൂ. അവിടെയുണ്ട് രാഷ്ട്രീയം, ഇവിടെയുണ്ട് രാഷ്ട്രീയം. അത് നടക്കുന്നത് പാകിസ്ഥാനിലും ഇന്ത്യയിലും ശ്രീലങ്കയിലും പാകിസ്ഥാൻ മറ്റേ ബംഗ്ലാദേശിലും ഒക്കെ ഉള്ളൂ. രാഷ്ട്രീയ കൊലപാതകം. രാഷ്ട്രീയ കൊലപാതകമല്ല, അത് മറ്റേ CIA ഒക്കെ ഓപ്പറേറ്റ് ചെയ്ത് അത് വേറെ. പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ തമ്മിൽ തല്ലി ചാകുന്ന പരിപാടി, തമ്മിൽ തല്ലിച്ച്. അതാ പറഞ്ഞ ഇവന്മാര് തമ്മിൽ തല്ലി ചാവുക. ഒരുത്തം വന്നിട്ട് ഈ പാർട്ടിക്കാരനെ വേറെ തന്നെ കൊല്ലുക. പാർട്ടി കൊലപാതകം നടക്കൂ. ശരിയാ. രാഷ്ട്രീയ കൊലപാതകം സാധനം എടുക്കും കേൾക്കൂ. പൊളിറ്റിക്കൽ ക്രൈംസ് ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ഇവിടെ കാണുന്ന നല്ലത് മനസ്സിലായില്ലേ? അവിടെ കെനഡിയെ തന്നെ വെടിവെക്കും, അല്ലെ ട്രംപിന് നേരെ വെടിവെക്കും. ഇവിടെ അവർക്കൊന്നും ഒരു വെടിയില്ല. അവന്മാര് കൂളായിട്ട് വെടി നടക്കും. അല്ല, ഇവന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാ. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വാരും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പാവങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കുക. എന്നാൽ ഈ പൊട്ടം വിചാരിക്കണ്ട, ഇവൻ പോയി ഈ പാവപ്പെട്ടവനെ കൊല്ലുന്ന പിന്നെ നേതാവിനെ കൊല്ലും. അതെ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവന്മാര് കാണിക്കുന്ന കള്ളത്തരത്തിനോട് ശ്രദ്ധിക്കാൻ ആൾക്കാർക്ക് സമയം കിട്ടത്തില്ല. അതുമല്ല ഇവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയാണ്. ഇവരിപ്പോഴും മറ്റേ ബ്രിട്ടീഷുകാരോട് പോരാടുന്ന പോലെ സമരമൊക്കെ ചെയ്യുന്നുണ്ട്. സമരം ചെയ്യുക, വിക്കറ്റിംഗ് നടത്തുക, ബന്ദ്. ഇവിടെ ഉള്ളവരുടെ തന്നെ പണി നിർത്തി. ഇവിടെ എന്തിനെല്ലാം കാര്യത്തിന് വേണ്ടി ആൾക്കാർ നിരാഹാരം കിടക്കുന്നു വർഷങ്ങളായിട്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. എടോ, നേരത്തെ ബ്രിട്ടീഷുകാരെ തുരുത്തുക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ പണി നിർത്തി വെച്ചാൽ നഷ്ടം ബ്രിട്ടീഷുകാർക്കാ. അതെ, ഇപ്പൊ അതാർക്കാ? അപ്പൊ നിർത്താം. ബൈ.